എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ. ഏറെക്കുറെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ക്ലിനിക്കിലേക്ക് വളരെ ആശങ്കയോടുകൂടിയുള്ള മുഖഭാവത്തോടു കൂടി ഒരു 60 വയസ്സോടടുത്ത ഒരു പ്രായമുള്ളൊരു വ്യക്തി കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടായിരുന്നു. ആ വ്യക്തിക്ക് ഏകദേശം ഒരു 30നോടടുത്ത പ്രായമുള്ള വ്യക്തിയായിരുന്നു. ഈ 60നോടടുത്ത ആ പിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ മകന് ഈ ചുരുങ്ങിയ പ്രായത്തിൽ തന്നെ 2 തവണ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. വിദേശത്ത് ജോലി ചെയ്യുന്ന അവിടെ തന്നെയുള്ള ഡോക്ടർമാരെ അത് കാണിച്ചു. എന്തോ ബൈ ഗോഡ്സ് ഗ്രേസ് അദ്ദേഹത്തിന് ഡോക്ടർമാർക്ക് അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്കാർക്കും മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ തവണ ഈ മാനേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് ഈ വ്യക്തി തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്ക് ഈ ചെറുപ്പക്കാരന് വന്നു. വീണ്ടും പഴയ ഡോക്ടറെ അടുത്ത് പോയി. അന്ന് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില കണ്ടീഷനിലേക്ക് ഈ വ്യക്തി എത്തുകയുണ്ടായി. ഒരു എമർജൻസി മാനേജ്മെൻറ്റിൽ കൂടി ഡോക്ടർമാർ വളരെ സമർത്ഥമായി ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. ഇതിനൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്റ്റെബിലിറ്റി ഒക്കെ ആയതിനു ശേഷം ഈ പിതാവ് ആ ഡോക്ടർമാരെ കണ്ട് അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർ ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഹിസ്റ്ററിയും പരിശോധിച്ചു. ഹെമറ്റോളജിക്കലി രക്തസംബന്ധമായിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും നോക്കി. ഒരു കുഴപ്പവും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ വളരെ നോർമലാണ്. ഫാമിലി ഹിസ്റ്ററി അറ്റാക്കിൻ്റെതൊന്നും, ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി അവർക്കില്ല. വളരെയധികം സെറ്റിൽഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നല്ല ജോലി ചെയ്ത് പുകവലിയൊന്നും ഇല്ലാത്ത, മദ്യപാനം ഇല്ലാത്ത വളരെ നല്ല ഒരു ചെറുപ്പക്കാരൻ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത് വരുന്നത് എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. ഇതൊക്കെ ശേഷമാണ് ഇദ്ദേഹം ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി എൻ്റെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ എല്ലാ റിപ്പോർട്ടുകളും നോക്കിയതിൽ നിന്നും എനിക്കും യാതൊന്നും മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇത് വരുന്നത്? സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ പല കാരണങ്ങളും ഉണ്ടാകാം. ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ വ്യക്തിയിൽ കാണാനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഇൻ ഡെപ്തിലേക്ക് ആ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചത്. കാരണം ഈ പിതാവാണ് കൂടെ വന്നത്. സാധാരണഗതിയിൽ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഭാര്യയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭാര്യ ഇപ്പോൾ കൂടെ താമസിക്കുന്നില്ല, അവർ ഓൾമോസ്റ്റ് സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയോടൊന്ന് സംസാരിക്കണം എന്നുള്ളൊരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയതിൻ്റെ ഫലത്തിൽ അവരെ ഒന്ന് ഇൻസിസ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് നേരം അവരോട് ഒന്ന് വാദിച്ചതിൻ്റെ ഫലമായിട്ട് അവർ ആ ഭാര്യയെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ അടുത്ത ഒരു വിസിറ്റിൽ ഈ ഭാര്യയോടുകൂടി സംസാരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെയുള്ള യാതൊരു മോശമായിട്ടുള്ള ശീലങ്ങളും ഇല്ല. പക്ഷെ വളരെ ഷോർട്ട് ടെമ്പേർഡാണ്. ഈ വ്യക്തി ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ടും ഈ സ്ത്രീ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന വളരെ ഉന്നത നിലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടും രണ്ടുപേർക്കും അവരുടേതായ സ്ട്രെസ്സ് ഈ വർക്ക് പ്ലേസിലുണ്ട്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാനോ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കുവാനോ ഉള്ള ഒരു സാഹചര്യമില്ല. അവർ പലപ്പോഴും വളരെ വലിയ പൊട്ടിത്തെറിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ താമസിക്കുന്ന പോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു താമസം ഉണ്ടായിരുന്നത്. അതിനിടയിൽ അവർ ഒബ്വിയസ്ലി പ്രഗ്നൻ്റായി ചെറിയൊരു കുട്ടിയുമുണ്ട്. ഈ കുട്ടിയും എടുത്തിട്ടാണ് ഈ സ്ത്രീ കാണാൻ വന്നത്. ഇപ്പോൾ ഏറെക്കുറെ പരസ്പരം അകന്ന് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഡിവോഴ്സിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്കെത്താം. ഈ പ്രശ്നങ്ങളൊക്കെ ഒരു സൈക്കോ സോഷ്യൽ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 40 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ചികഞ്ഞ് നമ്മൾ പോകുമ്പോൾ പല കാരണമുണ്ടെങ്കിലും മഹാഭൂരിഭാഗം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മളൊക്കെ ചില ചെറുപ്പക്കാരെ കാണുമ്പോൾ അവർ വെൽ സെറ്റിൽഡ് ആണ്, നല്ല കുടുംബാന്തരീക്ഷമാണ്, 6 അക്ക ശമ്പളം വാങ്ങി വളരെ നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതെങ്കിൽ നമ്മൾ അന്വേഷിക്കുക അദ്ദേഹത്തിന് എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ എന്നും, അതൊന്നും ഇല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാം. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഏകദേശം 75-80% വരുന്ന ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ സൈക്കോ സോഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്ന നമ്മുടെ ജീവിത ചുറ്റുപാടിൽ നിന്ന് നമുക്കുണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്, പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഫ്രീക്വൻ്റ് ആയിട്ട്
ഹൃദ്രോഗം വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയും അതിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് പോവുകയും ചെയ്തു. ഇന്നിപ്പോൾ ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം അതിനുശേഷം അങ്ങനെ ഒരു എപ്പിസോഡ് ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ജീവിക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്ട്രെസ് എന്ന് പറയുന്ന കാര്യം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത്രമാത്രം സ്വാധീനിക്കുന്നതാണോ? ഒരു അണ്ടർലൈൻ കോസ് ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന പോലെ ഡിസ്ലിപ്പിഡീമിയ, കൊളസ്ട്രോൾ കൂടിയ പ്രശ്നമോ, അല്ലെങ്കിൽ കൊഴുപ്പടിഞ്ഞുകൂടി ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക്, രക്തധമനികളുടെ ഭിത്തികൾക്ക് അതിറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടായി ഹൃദയത്തിലേക്ക് ശരിയായ രീതിയിൽ രക്തം ഓടാത്തതുകൊണ്ട് സംഭവിക്കുന്ന ഹാർട്ട് അറ്റാക്ക് മാത്രമാണോ? ഇതിനെക്കുറിച്ച് ഒന്ന് അവലോകനം നടത്തുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിന് പല ഘടകങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ ഘടകം സ്ട്രെസ്സും ഹൃദയാരോഗ്യവും എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഏതൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിലും നമ്മൾ ബ്ലഡ് പ്രഷർ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പതറ്റിക് അഗ്രഷൻ ഉണ്ടാവുക എന്നാണ് പറയുക. അതായത് ചംക്രമണം വർദ്ധിക്കാനുള്ള സാഹചര്യവും പൾസ് റേറ്റും റെസ്പിറേറ്ററി റേറ്റൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യമൊക്കെ ഈ സിമ്പതറ്റിക് അഗ്രഷനിൽ ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഹൈ ബ്ലഡ് പ്രഷർ പലപ്പോഴും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. മറ്റൊന്ന് ഇൻഫ്ലമേഷൻസ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിറോസ്ക്ലെറോസിസ് പോലെ, അല്ലെങ്കിൽ രക്തക്കൊഴലുകൾ നാരോ ചെയ്യുന്ന, ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് പലപ്പോഴും ഇൻഫ്ലമേഷൻസ് കൊണ്ടാണ്. ഇത്തരം ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനും നമ്മുടെ സ്ട്രെസ്സിന് വളരെ പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. മൂന്നാമത്തെ ഒരു ഘടകമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അരിത്തിമിയാസ് ആണ്. അരിത്തിമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ മിടിപ്പിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഒരു ക്രമാനുഗതമായിട്ട് വരുന്ന മിടിപ്പുകൾ, അല്ലെങ്കിൽ ആ ഒരു താളം നഷ്ടപ്പെടുന്ന, റിതം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അരിത്തിമിയ എന്ന് പറയുന്നത്. അപ്പോൾ അരിത്തിമിയാസും പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ട്രെസ് കൊണ്ട് ഉണ്ടാകാറുണ്ട്. അതും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി ആണ് വളരെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ പാരാമീറ്റേഴ്സൊക്കെ ശരിയായി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകില്ല എന്നാണ്. പക്ഷെ അത് മാത്രം പോരാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സൈക്കോ സോഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്ന നമ്മളെ കാണാമറയത്തുള്ള ഒരു കൊലപാതകയായിട്ടാണ് ഈ സൈക്കോ സോഷ്യൽ സ്ട്രെസ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതും ഹൃദയത്തിൻ്റെ ആരോഗ്യം തമ്മിൽ വളരെ വളരെ കൃത്യമായിട്ടുള്ള കണക്ഷൻ ഉണ്ട് എന്ന് പല പഠനങ്ങളും ഇന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 2021 ജാമയിൽ വന്ന ഒരു റിപ്പോർട്ട്, ഒരു സ്റ്റഡി പറയുന്നത്, ഈ സൈക്കോ സോഷ്യൽ സ്ട്രെസ്സും ഹൃദയത്തിൻ്റെ ആരോഗ്യം തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിലോ നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെങ്കിൽ, നിങ്ങളുടെ സ്ട്രെസ്സ് നിങ്ങൾക്ക് ലീക്ക് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എർത്ത് ചെയ്യാൻ എവിടെയും ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ ഒരു ഹൃദ്രോഗിയാക്കി മാറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വർക്ക് ആൻഡ് അക്കാഡമിക് സ്ട്രെസ്സാണ്. പഠനത്തിൻ്റെ സമയത്തും വർക്ക് പ്ലേസിൽ വീണ്ടും ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ. ഈ അക്കാഡമിക് രംഗം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇന്ന് 20 വയസ്സോ 25 വയസ്സോ ഉള്ള വിദ്യാർത്ഥികളായിട്ടുള്ള സമയത്ത് തന്നെ ഹൃദയാഘാതം ഉണ്ടാകുന്ന ഒത്തിരി തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത് അവരനുഭവിക്കുന്ന സ്ട്രെസ്സ്, അല്ലെങ്കിൽ ആ കലാലയത്തിൻ്റെ അകത്ത് അവരനുഭവിക്കുന്ന സ്ട്രെസ്സ് അവരെ ഹൃദ്രോഗിയാക്കി മാറ്റാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട്. യൂറോപ്യൻ ഹാർട്ട് ജേർണലിൽ വന്ന 2020 വന്ന ഒരു സ്റ്റഡി ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ, അല്ലെങ്കിൽ നിങ്ങൾ പഠന കാലയളവിലോ നിങ്ങൾക്കുണ്ടാകുന്ന ഏത് സ്ട്രെസ്സും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കാൻ പോകുന്നതാണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന് ഡിപ്രഷനാണ്. അതികഠിനമായിട്ടുള്ള ഡിപ്രഷനും ഹൃദയത്തിൻ്റെ ആഘാതവും തമ്മിൽ, ഹാർട്ട് അറ്റാക്കും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ലാൻസെറ്റ് സൈക്കാട്രി 2022 നടത്തിയ ഒരു റിസർച്ച് സ്റ്റഡിയിലും ഇത് തന്നെയാണ് അവർ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ കഠിനമായിട്ടുള്ള ഡിപ്രഷനുള്ള ആൾക്കാർക്കും പലപ്പോഴും ഹൃദയത്തിൻ്റെ നാശത്തിലേക്കും അല്ലെങ്കിൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കും വഴി കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊന്ന് അൺഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസമാണ്. എന്താണ് ഈ അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം? സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില സ്വഭാവ രീതികളുണ്ട്. ചിലവർ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കുറച്ച് നേരം പാട്ട് കേൾക്കാൻ വേണ്ടി തയ്യാറാവും. ചിലർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ നടത്തമാണ്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് ശാന്തഭാവത്തിൽ തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ അവരുടെ കോപ്പിംഗ് മെക്കാനിസമാണ്. എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസം ഉണ്ടായിരിക്കും. പലരും അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാറുമുണ്ട്. പക്ഷെ ചിലർക്ക് ഹെൽത്തി അല്ലാത്ത, ഒട്ടും ആരോഗ്യകരമല്ലാത്ത രീതിയിലുള്ള കോപ്പിംഗ് മെക്കാനിസത്തിലേക്ക് പലരും പോകാറുണ്ട്. അതിലൊരു പ്രധാന ഒരു എക്സാമ്പിളാണ് സ്മോക്കിംഗ്.
വളരെ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് വർക്ക് പ്ലേസിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ പുറത്തേക്ക് പോയി 1 2 തവണ പുകവലിച്ച് തിരിച്ചു വരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ധാരാളമായിട്ട് പരിചയമുണ്ടാവും. ഇത്തരത്തിൽ അതുപോലെ ഡ്രിങ്ക്സ്, ആൽക്കഹോളിസത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസമാണ്. ഇത്തരം കോപ്പിംഗ് മെക്കാനിസവും പലപ്പോഴും നമ്മളെ ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൽ നാശം ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകാറുമുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പിംഗ് പാറ്റേണിൽ വരുന്ന വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് IT പ്രൊഫഷണൽസ് പോലെയുള്ള ആൾക്കാർ പലപ്പോഴും അവരുടെ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അത് മാത്രമല്ല പലതരത്തിലുള്ള ഷിഫ്റ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നോക്കൂ. ചില ദിവസങ്ങളിൽ അവർ പകലായിരിക്കും വർക്ക് ചെയ്യുക, ചില ദിവസം രാത്രിയായിരിക്കും വർക്ക് ചെയ്യുക. പലപ്പോഴും ഇവർക്ക് ഉറക്കത്തിൻ്റെ ഒരു ഡിസ്റ്റർബൻസ്, ഒരു പാറ്റേൺ ശരിയാവാത്ത ഒരു ഗതിയിലേക്ക് വരാറുണ്ട്. ഇത്തരത്തിൽ സ്ലീപ്പ് പാറ്റേൺ ശരിയായ രീതിയിൽ ഇല്ലാത്ത ആൾക്കാർക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യം നശിക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ഇത് മാറാറുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്, എന്തൊക്കെ രീതിയിൽ ഇതിനെ മാറ്റാം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥത കൂടിയാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനം ഒന്ന്, മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുക ശാരീരിക വ്യായാമങ്ങളാണ്. കൃത്യമായ രീതിയിൽ നമ്മൾ നടത്തുന്ന, സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തുന്ന എല്ലാ വ്യായാമങ്ങളും തന്നെ നിങ്ങളുടെ സ്ട്രെസ്സിനെ ഒരു വളരെ വലിയ അളവിൽ കുറക്കാൻ വേണ്ടി സഹായിക്കും. മറ്റൊന്ന് മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗ പോലെയുള്ള പരിപാടികൾ, അല്ലെങ്കിൽ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള എക്സസൈസ് അല്ല, വളരെ ലഘുവായിട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ, അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു നടത്തം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ, പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നതായിട്ടുള്ള പലതരം പഠനങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. അതായത് ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടിലുണ്ടാകുന്ന സ്ട്രെസ്സിനെ മറികടക്കാൻ വേണ്ടി നമ്മൾക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടിംഗ് സിസ്റ്റം ഇന്ന് ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് നമ്മുടെ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ. പലപ്പോഴും പണ്ട് കാലത്ത് മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരാളെ കൊണ്ടുപോകുന്ന സ്ഥലമായിട്ട് കൗൺസിലിംഗ് സെൻറ്റേഴ്സിനെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ, സ്ട്രെസ്സിനെ നമുക്ക് മറികടക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു കൗൺസിലിങ്ങിൻ്റെ സഹായത്തോടുകൂടി, കൗൺസിലിങ്ങിന് വിധേയമായി അതിൻ്റെ സപ്പോർട്ടോടുകൂടി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നതാണ്. അതുപോലെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക. ഈ സുഹൃത്തുക്കളുടെ അടുത്ത് സമയം ചെലവഴിക്കാൻ വേണ്ടി നമുക്ക് കഴിയുക. ഹെൽത്തി അവേഴ്സ്, വളരെ നല്ല രീതിയിൽ അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലെ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൻ്റെ തത്രപ്പാടിൽ ഓടി നടക്കുന്ന സമയത്ത് സുഹൃത്തുക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ, അവരുമായിട്ട് അല്പസമയം ചേർന്ന് നിൽക്കാനോ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായിട്ട് ചേർന്ന് നിൽക്കാനോ പലപ്പോഴും നമുക്ക് കഴിയാറില്ല എന്നതുകൂടി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ശാസ്ത്രീയമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ്സ് പോലും ഹൃദയത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്നതെന്ന് പറയുന്നത്? അതിൻ്റെ പുറകിൽ നടക്കുന്ന ഒരു സ്റ്റഡി പറയുന്നത് ടിലോമേഴ്സ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഒരു എൻസൈം ആണ് ഈ ടിലോമേഴ്സ് ഉണ്ടാക്കുന്നത്. അത് DNA ഡാമേജ്, നമ്മുടെ ക്രോമസോം എന്ന് പറയുന്ന ഘടകത്തിൻ്റെ DNA ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ടിലോമേഴ്സ് ഒക്കെ. അപ്പോൾ നമുക്കുണ്ടാകുന്ന സൈക്കോ സോഷ്യൽ സ്ട്രെസ്സുകൾ മുഴുവൻ ഇതിനെ സ്വാധീനിക്കുകയും ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജനിതക ഘടനയെ അടക്കം മാറ്റിമറിക്കാൻ ഈ സ്ട്രെസ്സിന് കഴിയുന്നു എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ DNA ഫങ്ഷൻ പോലും നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ റെപ്ലിക്കേഷൻ, അതായത് ക്രോമസോമിനെ പോലും സ്വാധീനിച്ച് നമ്മളെ രോഗിയാക്കാനുള്ള കഴിവ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്രോമസോമിൻ്റെ നീളത്തിനെ സ്വാധീനിക്കാനൊക്കെ ഈ ടിലോമേഴ്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ നീളത്തിനെ പോലും അതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുകയും അതുവഴി പലപ്പോഴും നമ്മളെ അപകടത്തിലേക്കും അല്ലെങ്കിൽ മാറാരോഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പഠനങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ജെനറ്റിക്കലി നിങ്ങൾ സ്ട്രോങ് ആണെങ്കിലും, അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് ഒന്നും അസുഖമില്ല എന്നുള്ള ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും നമുക്ക് രോഗം വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുക, സ്ട്രെസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല, പൊതുവായിട്ടുള്ള ആരോഗ്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് മനസ്സിൻ്റെ ആരോഗ്യത്തിനാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ രക്തം ടെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും റേഡിയോളജിക്കൽ എക്സാമിനേഷൻ നടത്തി, അല്ലെങ്കിൽ ECG ഒക്കെ എടുത്ത് ഹൃദയം പൂർണ്ണമായിട്ടും കുഴപ്പമില്ലാത്തൊരവസ്ഥയാണ്, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും വരില്ല എന്ന്
നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ നോർമലാണെങ്കിൽ പോലും നിങ്ങളുടെ മാനസിക ഉല്ലാസത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ആ മാനസിക ആരോഗ്യത്തെ അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ സ്ട്രെസ്സ് നിങ്ങളെ വിഴുങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു രോഗിയാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള സ്ട്രെസ്സിനെ മറികടക്കാനുള്ള ശാരീരിക വ്യായാമങ്ങളോ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സോ അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള കാര്യത്തിലേക്ക് യാതൊരു മടിയുമില്ലാതെ നമ്മൾ കടന്ന് ചെല്ലേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ചിട്ടയോടുകൂടിയുള്ള ജീവിതം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.